ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പിയിൽ നമ്മൾ പഴുത്ത ചക്ക ഉപയോഗിച്ച് നല്ല രുചിയുള്ള അടയാണ് തയ്യാറാക്കിയെടുക്കുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ ചക്കയട വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. കഴിക്കാൻ നല്ല രുചിയുള്ള ഈ ചക്കയട എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കണം. നമ്മളിവിടെ മധുരത്തിന് വേണ്ടിയിട്ട് 1 കപ്പ് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ശർക്കര 200 ഗ്രാം അളവിലുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഈ ശർക്കരയൊന്ന് ഉരുക്കിയെടുക്കണം. വെള്ളത്തിൻ്റെ അളവ് ഒട്ടും തന്നെ കൂടി പോകരുത്. 1/4 കപ്പ് അളവിൽ ഒഴിച്ചു കൊടുത്താൽ മതി. ശർക്കര നമ്മളെടുക്കുന്ന ചക്കപ്പഴത്തിൻ്റെ മധുരം അനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചും ഒക്കെ എടുക്കാവുന്നതാണ്. ശർക്കര ഉരുകി കൂടുതൽ അങ്ങ് തിക്കാവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് നമുക്കിത് മെൽറ്റായി കിട്ടിയാൽ മാത്രം മതി. ശർക്കര ഇപ്പോൾ ഇവിടെ മെൽറ്റായി വന്നിട്ടുണ്ട്. ശർക്കരയിലെ കല്ലും മണ്ണും ഒക്കെ പോകുന്നതിന് വേണ്ടിയിട്ട് നമുക്കിതൊന്ന് അരിച്ച് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ചക്ക അടയ്ക്ക് വേണ്ടിയിട്ട് നമ്മളിവിടെ നല്ല പഴുത്ത വരിക്കച്ചക്കയാണ് എടുത്തിട്ടുള്ളത്. 25ഓളം ചക്കച്ചുള നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. ചക്കക്കുരുവൊക്കെ മാറ്റി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതാ ഇവിടെ ഇപ്പോൾ ചക്കക്കുരുവൊക്കെ മാറ്റി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് അരച്ചെടുക്കണം. നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് തന്നെ നമ്മളിത് അരച്ചെടുക്കണം. നമ്മളിത് അരച്ചെടുക്കുന്ന ടൈമിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കേണ്ടത്. അപ്പോൾ ഞാനിതൊന്ന് അരച്ചെടുക്കട്ടെ. ഇതാ ഇവിടെ ഇപ്പോൾ ചക്കപ്പഴം നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. അരച്ചെടുത്ത ചക്കപ്പഴം ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് നേരത്തെ ഉരുക്കി അരിച്ചു വെച്ചിരുന്ന ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുമ്പോൾ ചെറു ചൂടോടെ വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. ചിരകിയ നാളികേരം 1 കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നാളികേരം നമ്മുടെ ഇഷ്ടത്തിനുള്ള അളവിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ചക്കയടയുടെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 7 ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരം ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 1 നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെയ്യിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ അടയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ആയിരിക്കും. ഇനി ഇതെല്ലാം കൂടി ഇളക്കി കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ചുക്കിൻ്റെയും ജീരകത്തിൻ്റെയും ഫ്ലേവർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ചുക്കുപൊടിയും ജീരകപ്പൊടിയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇവിടെ ഇതിപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതിലേക്ക് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ അപ്പത്തിനും ഇടിയപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന വറുത്ത അരിപ്പൊടി ഉണ്ടല്ലോ, അതാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 കപ്പ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അരിപ്പൊടി ചേർത്തതിന് ശേഷം എല്ലാം കൂടി നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം. നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന അരിപ്പൊടിക്ക് കൃത്യമായ അളവുകളൊന്നും തന്നെ ഇല്ല. മാവ് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ലൂസായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ ആവശ്യത്തിന് വേണ്ട അരിപ്പൊടി ചേർത്ത് കൊടുത്ത് കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ റെഡിയാക്കി എടുത്താൽ മതി. എനിക്കിവിടെ ചക്കയടയ്ക്കുള്ള മാവ് റെഡിയാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം ചേർത്ത് കൊടുത്ത ആ 1 കപ്പ് അരിപ്പൊടി മാത്രമേ വേണ്ടി വന്നിട്ടുള്ളൂ. ഇവിടെ ഇപ്പോൾ ചക്കയടയ്ക്കുള്ള മാവ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അടയ്ക്കുള്ള മാവ് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു പാകത്തിന് വേണം റെഡിയാക്കി എടുക്കേണ്ടത്. ഇനി അട റെഡിയാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് വാഴയില കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മാവ് വാഴയിലയുടെ മിഡിൽ ഭാഗത്തായിട്ട് കുറേശ്ശെ വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇല ഇതുപോലെ മടക്കി ജസ്റ്റ് ഒന്ന് മുകൾ ഭാഗത്തായിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. പതുക്കെ പ്രസ് ചെയ്ത് കൊടുത്ത് കനം കുറച്ച് പരത്തിയെടുക്കണം. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാം റെഡിയാക്കി എടുക്കണം. ഇവിടെ ഇപ്പോൾ മാവ് മുഴുവനും വാഴയിലയിൽ ഇതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇഡ്ഡലി പാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഈ തട്ടിന് മുകളിലായി ഇതോരോന്നും വെച്ച് കൊടുക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി ഇഡ്ഡലി പാത്രം അടച്ചു വെച്ചിട്ട് അട കുക്ക് ചെയ്തെടുക്കണം. ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിൽ 20 തുടങ്ങി 25 മിനിറ്റ് വരെ നമുക്കിത് വേവിച്ചെടുക്കണം. 25 മിനിറ്റ് ആയപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തു. ഇപ്പോൾ നമ്മുടെ ചക്കയട കുക്കായി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ കുക്കായി വന്നിട്ടില്ല എങ്കിൽ കുറച്ച് നേരം കൂടി കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ അടയുടെ ചൂട് ആറിയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു ചക്കയട തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. കഴിക്കാൻ നല്ല രുചിയും അതുപോലെ തന്നെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ചക്കയടയാണിത്. അപ്പോൾ എല്ലാവരും ചക്കയട ഇതുപോലെ തയ്യാറാക്കി നോക്കണം. ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടമാകും. അപ്പോൾ ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്